നമസ്കാരം. ജ്ഞാനാമൃതധാരയുടെ പുതിയ ഒരു ഭാഗം ഇന്നിവിടെ തുറക്കപ്പെടുകയാണ്. ഏവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്തിൽ ചിലരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയുണ്ടായി. അതിൽ ചിലരുടെ മെയിലുകൾ ഇനിയും ബാക്കിയുണ്ട്. ദുബായിൽ നിന്നും വിശാന്താണ് മെയിൽ അയച്ചിരിക്കുന്നത്. ഞാൻ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ഒരു രാജയോഗ വിദ്യാർത്ഥി തന്നെയാണ്. ഈ പരിപാടി കണ്ട പലരും എന്നെ കാണുന്ന സമയത്ത് നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. പക്ഷേ ചിലർക്ക് മെഡിറ്റേഷൻ പരിശീലിക്കുന്ന കാര്യത്തിൽ സംശയങ്ങൾ വളരെയധികമുണ്ട്. മെഡിറ്റേഷൻ ഏത് സമയത്തെല്ലാം ചെയ്യാം? രോഗങ്ങളുള്ളവർ ഇത് ചെയ്യാമോ? ഭക്ഷണം കഴിച്ചയുടൻ അഭ്യസിക്കാമോ? ധ്യാനാഭ്യാസം ചെയ്യാൻ എവിടെയും ഇരിക്കാമോ? അതോ അതിന് എന്തെങ്കിലും നിയമമുണ്ടോ? എന്തെങ്കിലും മന്ത്രങ്ങൾ ധ്യാനിക്കുമ്പോൾ ജപിക്കണമോ? എന്നെല്ലാമാണ് പൊതുവെ ചോദിക്കാറുള്ളത്. അത്തരം സംശയങ്ങൾ പലർക്കും ഉണ്ടായിരിക്കും. അതിനാൽ ഇതിന് കൃത്യമായൊരു ഉത്തരം പരിപാടിയിലൂടെ തന്നെ നൽകുവാൻ ശ്രമിക്കണം എന്ന് ദുബായിൽ നിന്നും വിശാന്ത്. രാജയോഗ ധ്യാന കോഴ്സ് പൂർണ്ണമായും മനസ്സിലാക്കാൻ ഒരു സപ്താഹ കോഴ്സുണ്ട്. ശരിയായ വിധി മനസ്സിലാക്കി ചെയ്യാൻ ഏറ്റവും നല്ലത് നിങ്ങളുടെ സമീപത്തുള്ള രാജയോഗ ധ്യാന കേന്ദ്രത്തിലെ മെഡിറ്റേഷൻ സെൻറ്ററുകൾ നമ്മുടെ ഭാരതത്തിൽ ഒരു 10-15 കിലോമീറ്ററിനുള്ളിൽ തീർച്ചയായിട്ടും ഒരു സേവാ കേന്ദ്രം, രാജയോഗ മെഡിറ്റേഷൻ സെൻറ്റർ ബ്രഹ്മകുമാരീസിൻ്റെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അവിടെ പോയി 1 മണിക്കൂർ വീതമുള്ള 7 ദിവസത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. ആ ക്ലാസ്സിൽ പങ്കെടുത്ത് വിധി മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം ക്ലിയറായി ലഭിക്കും. അത് മാത്രമല്ല, പരിശീലനം നമുക്ക് സ്വയം ചെയ്യാനും അത് വീട്ടിലിരുന്ന് നമുക്ക് അഭ്യസിക്കാനും വളരെയധികം പ്രയോജനപ്രദമാണ് ഈ സപ്താഹ കോഴ്സ്. അത് കേവലം നമ്മുടെ 1 മണിക്കൂർ സമയം മാത്രമേ അതിനു വേണ്ടി മാറ്റിവെക്കേണ്ട ആവശ്യമുള്ളൂ. സൗജന്യമായിട്ട് ഈശ്വരീയ സേവനമായി ചെയ്യുന്നതാണ് ഈ കോഴ്സുകളും ക്ലാസ്സുകളും എല്ലാം തന്നെ. അത് കേവലം നിങ്ങൾക്ക് നൽകേണ്ടത് 1 മണിക്കൂർ സമയം മാത്രമാണ്. അപ്പോൾ വിശാന്ത് ദുബായിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. ദുബായിലും നമ്മുടെ സേവാ കേന്ദ്രങ്ങളുണ്ട്, ഷാർജയിലും ഉണ്ട്. തീർച്ചയായിട്ടും അവിടെ മെഡിറ്റേഷൻ സേവാ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ വിധിപൂർവ്വം ഈ കാര്യങ്ങളെ മനസ്സിലാക്കാനും ഇതിനെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് ഫോളോ അപ്പ് പ്രോഗ്രാം ജീവിതത്തിൽ ഇത്, കാരണം നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, രാജയോഗ ധ്യാനം എന്നത് നമ്മൾ മുൻ എപ്പിസോഡുകളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊരു ജീവിത പദ്ധതിയാണ്. കേവലം അഭ്യസിക്കാനുള്ള അല്ലെങ്കിൽ ഒരു കോഴ്സ് എന്നതുപോലെ പൂർത്തിയാക്കാനുള്ളതല്ല. ഇത് നമ്മുടെ ജീവിതമാണ്. ജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയോടും കൂടിയ ഒരു ശൈലിയിലൂടെ കടന്നു പോകാൻ വേണ്ടി നമ്മൾ പഠിക്കുകയാണ് ഇതിലൂടെ. അത് പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക, ഇത് നമുക്ക് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ആവശ്യമാണ്. രോഗികൾക്കും തീർച്ചയായിട്ടും ധ്യാനം പരിശീലിക്കാം. കാരണം ശാരീരികമായിട്ട് എത്ര തന്നെ അസുഖങ്ങളുള്ളവർക്കും ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ രാജയോഗ ധ്യാനം മനസ്സിൻ്റെ അഭ്യാസമാണ്, സങ്കല്പം കൊണ്ടുള്ള യാത്രയാണ്. ശാരീരികമായി എന്ത് ബുദ്ധിമുട്ടുള്ളവർക്കും ധ്യാനം പരിശീലിക്കാൻ കഴിയും. കാരണം വളരെ സഹജമായ ഒരു അഭ്യാസമാണിത്. മനസ്സുകൊണ്ടുള്ള ഓർമ്മയാണ്. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ധ്യാനിക്കുക അർത്ഥം ഓർമ്മിക്കുക എന്നുള്ളതാണ്. ആരാരെ ഓർമ്മിക്കുന്നു? ഞാൻ ആത്മാവാണെന്നുള്ള സ്മൃതിയിൽ ആ ബോധത്തോടു കൂടിയിരുന്ന് പരമാത്മാവാകുന്ന അച്ഛനും അമ്മയുമായ സർവബന്ധുവുമായ ഈശ്വരനെ ഓർമ്മിക്കുക. ആ ഈശ്വരീയ ശക്തിയെ ആത്മാവിലേക്ക് കേന്ദ്രീകരിക്കുകയും ആത്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും രോഗികൾക്ക് ധ്യാനം പരിശീലിക്കുന്നത് കൊണ്ട് വളരെയധികം ഉപയോഗം ഉണ്ടാവും, പ്രയോജനം ഉണ്ടാവും. കാരണം ഇപ്പം നമുക്ക് അസുഖങ്ങളുള്ളപ്പോൾ വളരെ വേദനയുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ചും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് നിങ്ങൾക്കറിയാം കൂടുതൽ വേദനയുള്ളതാണ്. അപ്പോൾ വളരെയധികം വേദനയുള്ള രോഗങ്ങൾക്ക് ആ രോഗത്തിൻ്റെ വേദനയുടെ ഫീലിങ്ങുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ധ്യാന പരിശീലനത്തിലൂടെ നമുക്ക് കഴിയും. ആ വേദനയുണ്ട് എന്നതിൻ്റെ ഫീലിംഗ് നമുക്കുണ്ടാവില്ല. ആ വേദനയുടെ അതേപോലെ രോഗമുണ്ട് അല്ലെങ്കിൽ ഞാൻ രോഗിയാണെന്ന ആ ദുഃഖവും നമുക്കുണ്ടാവില്ല. വളരെയധികം പേരുടെ ജീവിതത്തിൻ്റെ ഉദാഹരണം എനിക്കറിയാം. രാജയോഗ ധ്യാനം പരിശീലിക്കുന്ന എത്രയോ പേര്
രോഗാവസ്ഥയിൽ, ക്യാൻസർ പോലെയുള്ള രോഗാവസ്ഥയിലും അവരുടെ മുഖം കണ്ടാൽ പോലും ഇവർ രോഗിയാണ്, രോഗമുള്ള ആളാണെന്ന് പോലും നമുക്ക് തോന്നില്ല. മുഖത്തിൽ അതിൻ്റെ ഒരു ചെറിയ രേഖ പോലും നമുക്ക് കാണാൻ കഴിയില്ല. അത്രത്തോളം ആ വേദനകളെ അല്ലെങ്കിൽ ഞാൻ രോഗിയാണെന്ന ആ തോന്നലിനും ഉപരിയാക്കി മനസ്സിനെ ആത്മീയമായ ഒരു ലഹരിയിൽ നമ്മുടെ മനസ്സിനെ, മനോഭാവത്തെ ഉയർത്താൻ നമുക്ക് കഴിയും. പിന്നെ മറ്റൊന്ന് വിശാന്തൻ്റെ ചോദ്യത്തിലുണ്ടായിരുന്നത്, ഏത് സമയത്താണ് നമുക്ക് ധ്യാനം പരിശീലിക്കാൻ കഴിയുന്നത്? ധ്യാനം ഇരുന്ന് നമുക്ക് വിശേഷിച്ച് അഭ്യസിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം അതിരാവിലത്തെ സമയമാണ്. അതിരാവിലത്തെ അർത്ഥം ബ്രഹ്മമുഹൂർത്തം. രാവിലെ 2 മണിക്ക് ശേഷമുള്ള സമയം, 2 മണിക്ക് 5 മണിക്ക് ഇടയിലുള്ള സമയമാണ് ശരിക്കും ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നിത്യേന ആധ്യാത്മിക ജ്ഞാനം അഭ്യസിക്കുന്ന രാജയോഗി ജീവിതശൈലി പ്രാവർത്തികമാക്കുന്ന ഗൃഹസ്ഥികളാണെങ്കിൽ പോലും എല്ലാവരും രാവിലെ 3:30 മണിക്ക് ഉണർന്നെഴുന്നേക്കാറുണ്ട്. പക്ഷേ രാവിലെ 3:30 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ നമ്മൾ രാത്രി 9:30-10 മണിയാകുമ്പോൾ ഉറങ്ങണം. കാരണം ശരീരത്തിനുള്ള റെസ്റ്റ് നമുക്ക് 5-6 മണിക്കൂർ ഉറക്കം ആവശ്യമുണ്ട്. അപ്പം നമ്മൾ രാത്രി 9:30 ഉറങ്ങുകയാണെങ്കിൽ രാവിലെ 3:30 നമുക്ക് സുഖമായി എഴുന്നേൽക്കാൻ കഴിയും. 3:30 ഉണർന്നെഴുന്നേറ്റ് കൈകാൽ മുഖം കഴുകി ബ്രഷ് ചെയ്ത് കുളിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് ഫ്രഷായിട്ട് 4 മണി മുതലുള്ള സമയം, 4 മണി മുതൽ 4:45 വരെയുള്ള സമയം ഏറ്റവും ഉത്തമമാണ്. കാരണം നമ്മുടെ ശരീരത്തിലും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ ദിവസത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ഗ്രന്ഥികളുടെ പ്രവർത്തനവും സയൻസ് പരമായി, ശരീരത്തിൻ്റെ സയൻസ് വെച്ച് നോക്കിയാൽ തന്നെ ആ ഗ്രന്ഥികൾ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന സമയം രാവിലെ 4 മണി സമയത്ത് ഉണർന്നിരിക്കുന്നവരിലാണ് എന്ന് ഗവേഷണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ശരീരത്തിൻ്റെ നിലവാരം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിലും രാവിലെ 4 മണി സമയം നമ്മൾ ഉണർന്നിരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതേപോലെ 4 മണി സമയം, 4 മുതൽ 4:45 വരെയുള്ള സമയം, ആ ബ്രഹ്മമുഹൂർത്ത സമയം മനസ്സിനെ ഈശ്വരിൽ ഏകാഗ്രമാക്കി ഈശ്വരീയ ശക്തികൾ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ സമയമാണ്. കാരണം നമ്മുടെ മനസ്സാകുന്ന ബാറ്ററി റീചാർജബിൾ ബാറ്ററി ആണല്ലോ. അപ്പം അതിരാവിലെ നമ്മൾ ചാർജ് ചെയ്തിട്ട് വേണം ദിവസം മുഴുവൻ ഈ ബാറ്ററി വെച്ച് വേണം ഈ ശരീരമാകുന്ന വാഹനം, ഈ കാറ് നമുക്ക് ഓടിക്കാൻ. അതുകൊണ്ട് ഏറ്റവും നല്ല ബാറ്ററി ചാർജിങ്ങിൻ്റെ സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ഇരുന്നുള്ള അഭ്യാസത്തിന് അത് 4 തൊട്ട് 4:45 വരെ 3/4 മണിക്കൂർ സമയം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ബാറ്ററി ഫുൾ ചാർജ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ചോദിക്കും 3/4 മണിക്കൂർ സ്റ്റാർട്ടിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടാകാം. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പരിശീലിച്ച് വരുമ്പോൾ 10 മിനിറ്റിൽ നിന്ന് ആരംഭിക്കുക. 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, ഓരോ ദിവസം കഴിയും തോറും 5 മിനിറ്റ് നമുക്ക് കൂട്ടി കൊണ്ടുവരാം. പക്ഷെ ധ്യാന പരിശീലനത്തിന് ആദ്യം നമുക്കിതിൻ്റെ പ്രാഥമിക പാഠങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സേവാ കേന്ദ്രങ്ങളിൽ പോയി നമ്മൾ നേരിട്ട് ഈ ധ്യാനത്തിൻ്റെ പാഠങ്ങൾ 1 മണിക്കൂർ വീതം പഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോഴാണ് ശരിക്കും പ്രായോഗിക ജീവിതത്തിലേക്ക് നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ ശരിയായ വിധത്തിൽ കഴിയുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിലും എല്ലാ രാജ്യങ്ങളിലും ബ്രഹ്മകുമാരീസിൻ്റെ സേവാ കേന്ദ്രങ്ങളുണ്ട്. അവിടെ പോയി മെഡിറ്റേഷൻ സെൻറ്റേഴ്സ് എല്ലായിടും ഉണ്ട്. അവിടെ പോയി ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഇനി അതും നിങ്ങൾക്ക് തീരെ നിവൃത്തിയില്ലാത്തൊരു ഘട്ടമാണ്, നിങ്ങളുടെ സ്ഥലത്തിനടുത്ത് എവിടെയും ഈശ്വരീയ സേവാ കേന്ദ്രങ്ങൾ, രാജയോഗ മെഡിറ്റേഷൻ സേവാ കേന്ദ്രങ്ങളില്ലെങ്കിൽ പിന്നീട് ഈ മാധ്യമങ്ങളിലൂടെ, TV-യിലൂടെ, ഇൻ്റർനെറ്റിലൂടെ ഈ പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. പ്രത്യേകിച്ച് മലയാളത്തിൽ ഇപ്പോൾ ഒരു വെബ്സൈറ്റും തയ്യാറാക്കിയിട്ടുണ്ട്, timevision.tv എന്ന പേരിൽ. അതിലൂടെ നിങ്ങൾക്ക് ഈ 7 ദിവസത്തെ കോഴ്സുകൾ വെബ്സൈറ്റിലും ഉണ്ട്, മലയാളത്തിലുള്ളത് 7 മണിക്കൂറുള്ള കോഴ്സുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ടുള്ള സമയം, സ്വസ്ഥമാകുന്ന, അതായത് നിങ്ങൾ ജോലിയിൽ നിന്നെല്ലാം ഫ്രീ ആയി തികച്ചും ഫ്രീ ആയിട്ട് 1 മണിക്കൂർ ചിലവാക്കാൻ പറ്റുന്ന സമയത്ത് ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ 7 ദിവസത്തെ 7 മണിക്കൂർ വീതമുള്ള പാഠങ്ങൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെയും ഇത് സ്വയം പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. നിറയെ പേര് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് വിളിക്കാറുണ്ട്. ഈ രീതിയിൽ വെബ്സൈറ്റിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് നിത്യേന ധ്യാനം പരിശീലിക്കുന്നവർ പല രാജ്യങ്ങളിൽ നിന്ന് വിളിക്കാറുണ്ട്. സൗദി പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും
ഫോണുകൾ വരാറുണ്ട്. സൈറ്റിൽ നിന്ന് ഈ പാഠങ്ങൾ പഠിച്ച് രാജയോഗി ജീവിത ശൈലി സ്വായത്തമാക്കിയവർ പലരും ഉണ്ട് ഇന്ന്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് പഠിക്കാം. ആ രീതിയിലും ഇത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ ചെറിയ കുട്ടികളാകട്ടെ, യൂത്ത് ആകട്ടെ, അല്ലെങ്കിൽ ജോലിക്കാരാകട്ടെ, അല്ലെങ്കിൽ വീട്ടമ്മമാരാകട്ടെ, വയസ്സായവരാകട്ടെ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലൂടെ കടന്നു പോകുന്നവർക്കും പരിശീലിക്കാവുന്ന ഒരു ധ്യാനമുറയാണിത്. വളരെ സഹജമായ ലളിതമായ ഒരു ജീവിത ശൈലിയാണിത്, ജീവിത പദ്ധതിയാണിത്. അതുകൊണ്ട് എല്ലാവർക്കും ഇതിൻ്റെ ബെനിഫിറ്റ് എടുക്കാം. കാരണം നമുക്ക് സമയമില്ല എന്ന് പറയാനും കഴിയില്ല ഇതിനു വേണ്ടി. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ പാഴായി പോകുന്ന സമയം നമുക്ക് മെച്ചപ്പെടുത്താൻ ഇതിലൂടെ കഴിയും. 1 മണിക്കൂർ വീതം നിങ്ങൾ ഇത് പഠിച്ചു നോക്കൂ, മനസ്സിലാക്കി നോക്കൂ. ജീവിതത്തിൽ ആദ്യം ഒരു 7 മണിക്കൂർ, ഒരു ദിവസം 1 മണിക്കൂർ വീതം 7 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം. ആ 1 മണിക്കൂർ ഒരു ദിവസത്തിൽ നമ്മൾ നീക്കി വയ്ക്കാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള 23 മണിക്കൂറിനെ നമുക്ക് സദുപയോഗം ചെയ്യാൻ കഴിയും. ഇതെൻ്റെയും എന്നെ പോലെ ലക്ഷക്കണക്കിന് പേരുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. വിശാന്തിനെ പോലെ തന്നെ വർക്ക് ചെയ്യുന്നവർ ധാരാളം പേര്, അതിൽ എഞ്ചിനീയർമാരും ഡോക്ടർമാരും വക്കീലന്മാരും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും മറ്റു സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും എല്ലാവരും 1 മണിക്കൂർ സമയം ഈ ക്ലാസ്സുകൾ കേൾക്കുന്നതിലൂടെ അവരവരുടെ ബെനിഫിറ്റ് പറയാറുണ്ട്. കാരണം 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുകയും ഈശ്വരീയ സേവാ കേന്ദ്രങ്ങളിൽ പോയി ക്ലാസ്സുകൾ കേൾക്കുന്നതിൻ്റെയും ഫലമായിട്ട് ബാക്കി ഉള്ള സമയത്തെ എങ്ങനെ സദുപയോഗപ്പെടുത്താൻ കഴിയുന്നു, ജീവിതത്തിൽ എന്തെല്ലാം പരിവർത്തനം കൊണ്ടുവരാൻ കഴിയുന്നു, വളരെയധികം ദുശീലങ്ങൾ ദുസ്വഭാവങ്ങളിൽ നമുക്ക് മുക്തി ഉണ്ടാകും. നമ്മുടെ കൂടുതൽ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്, പാഴായി പോകുന്നത് നമ്മുടെ ദുശീലങ്ങളിലാണ്. എന്തെല്ലാം ദുശീലങ്ങൾ! അസൂയയുടെ, നിന്ദയുടെ, പകവീട്ടലിൻ്റെ, പകരം വീട്ടലിൻ്റെ, അതേപോലെ മറ്റ് ദുർവികാരങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, പിന്നെ മോശമായ സദാചാര വിരുദ്ധമായ പ്രവൃത്തികൾ, അത് ഏതു തരത്തിലുള്ളതാണെങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇതിൽ നിന്നെല്ലാം സഹജമായിട്ട് നമുക്ക് മുക്തമാകാൻ കഴിയും. ധ്യാനം ചെയ്യാൻ നമുക്ക് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ മന്ത്രം മന്മനാഭവ എന്ന മഹാമന്ത്രമാണ്. ഇത് നമുക്ക് വായികൊണ്ട് ഉച്ചരിക്കാനുള്ള ഒരു മന്ത്രമല്ല. കാരണം നമ്മൾ വായികൊണ്ടൊരു മന്ത്രം ഉച്ചരിക്കാൻ, അത് കാണാതെ പഠിച്ചാൽ ഉച്ചരിക്കാൻ എളുപ്പമാണ്. പക്ഷെ മനസ്സിനെ ഒരു കാര്യത്തിൽ ഏകാഗ്രമാക്കുക, അതാണ് കുറച്ചുകൂടി ഉയർന്നത്. മന്ത്രോച്ചാരണങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതിനേക്കാളും ഒരു പടി കൂടി ഉയർന്നതാണ് ധ്യാനം. ധ്യാനം അർത്ഥം മനസ്സിൻ്റെ ഏകാഗ്രതയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞ മന്മനാഭവ. ഇതാണ് ഭഗവാൻ തന്ന മന്ത്രം. മനസ്സിനെ എന്നിൽ വയ്ക്കൂ, മനസ്സുകൊണ്ട് എന്നെ ഓർമ്മിക്കൂ. അർത്ഥം എന്താണ്? സങ്കല്പങ്ങൾ കൊണ്ട് എൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്തു വരൂ, മനസ്സെന്നിൽ വയ്ക്കൂ. മനസ്സിനെ ഈശ്വരിൽ ഏകാഗ്രമാക്കുക. അർത്ഥം എന്താണ്? അപ്പോൾ പൂർണ്ണതയാണ് അവിടെ, പൂർണ്ണമായ ഏകാഗ്രതയാണ്. ആ പൂർണ്ണ ഏകാഗ്രതയ്ക്ക് പൂർണ്ണമായ ലാഭം നമുക്ക് തരാൻ കഴിയും. അതുകൊണ്ട് ധ്യാനത്തിന് വേണ്ടുന്ന മന്ത്രം നമ്മളെ തിരിച്ചറിയുക ആദ്യം. അത് ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ ആ ബോധം നമ്മളിലേക്ക് വരിക എന്നുള്ളതാണ്. ഞാൻ ആരാണ്? ഞാൻ ആത്മാവാണ്. ഞാൻ എങ്ങനെയുള്ള ആത്മാവാണ്? നമ്മുടെ സദോ ഗുണങ്ങൾ, 7 ഗുണങ്ങൾ നമുക്ക് സ്മൃതിയിൽ ഉണരുക. ഞാൻ എവിടുന്ന് വന്നതാണ്? ആത്മാവിൻ്റെ നിവാസസ്ഥാനം എവിടെയാണ്? ഞാൻ ആരുടേതാണ്? ആത്മാവ് എൻ്റെ അച്ഛനും അമ്മയും ആരാണ്? ഈശ്വരനും ഞാനും തമ്മിലുള്ള ബന്ധുത്വം എന്താണ്? ഈശ്വരൻ്റെ പക്കലുള്ളത് എന്താണ്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരീയ ശക്തികൾ എന്താണ്? ആ ഖജനാവിനെ തിരിച്ചറിയുക, ആ ഈശ്വരീയ ശക്തികളുടെ ഖജനാവിനെ മനസ്സിലാക്കി ഈശ്വരീയ ശക്തികളെ നമ്മളിലേക്ക് വലിച്ചെടുക്കുക, ഈശ്വരീയ ശക്തികളെ നമ്മളിലേക്ക് ഏകാഗ്രമാക്കുക. ആ ഈശ്വരീയ ശക്തികൾ ഉപയോഗിച്ച് നമ്മുടെ ആന്തരിക ശക്തികളുടെ വികാസം നടത്തുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആത്മശക്തിയെയും പരമാത്മശക്തിയെയും ഉപയോഗപ്പെടുത്തുക, അതിൻ്റെ ലാഭത്തെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക. ഈ രീതിയിൽ രാജയോഗ ധ്യാനം നമ്മുടെ ജീവിതശൈലിയാക്കി മാറ്റാൻ എല്ലാവർക്കും കഴിയും. അത് കൊച്ചു കുട്ടികളിൽ നിന്ന് ആരംഭിച്ച്, നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ചെറിയ കുട്ടികളെ പോലും നമുക്ക് ധ്യാനിക്കാൻ പഠിപ്പിക്കാൻ കഴിയും. കാരണം കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ്.
കുട്ടികൾ ചെറുപ്രായം മുതൽ തന്നെ അവരുടെ ജീവിതശൈലി അങ്ങനെ ഒരു പവിത്രമായ ജീവിതശൈലിയിലേക്ക് ആത്മജ്ഞാനവും കൊടുത്ത് ഈശ്വരൻ്റെ പരിചയം നൽകി മനസ്സിനെ ഈശ്വരിലേക്ക് ഏകാഗ്രമാക്കി ജീവിക്കുന്ന ഒരു പവിത്രമായ രാജയോഗി ജീവിതശൈലി കുട്ടിക്കാലം മുതലേ നമുക്ക് അവരെ ആ ഒരു ട്രാക്കിലൂടെ, ശരിയായ ആ പാതയിലൂടെ അവരെ നയിക്കാൻ കഴിഞ്ഞാൽ അവർ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടം കടന്ന് മുന്നോട്ട് പോകുമ്പോഴും ആ പവിത്രമായ ജീവിതശൈലി, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജീവിതം വളരെയധികം കലുഷിതമായിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ വളരെയധികം സങ്കീർണത നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരും പറയാറുണ്ടല്ലോ, കലിയുഗം, കലഹക്ലേശത്തിൻ്റെ യുഗം, വളരെയധികം അശുദ്ധി നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. ഒരു ഭാഗം ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളും വികാസവും പുരോഗതിയെല്ലാം നമ്മൾ നേടിയെടുത്തപ്പോഴും ബാക്കി നമ്മുടെ മൂല്യങ്ങളുടെ കാര്യത്തിൽ സദാചാര ബോധത്തെ നിലനിർത്തുക, നൈതിക മൂല്യങ്ങളെ നിലനിർത്തുക, ഈ കാര്യത്തിൽ ജീവിതം പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് പ്രത്യേകിച്ചും കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഈ ആധ്യാത്മിക പാത, രാജയോഗി ജീവിത ശൈലി ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ശരിയായ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ നമ്മളെ സഹായിക്കും. കാരണം എങ്ങനെയെങ്കിലും ലക്ഷ്യത്തിലെത്തിച്ചേരുക എന്നുള്ളതല്ലല്ലോ, ലക്ഷ്യവും മാർഗവും ശ്രേഷ്ഠമായിരിക്കണം. രാജയോഗി ജീവിത ശൈലി നമുക്ക് ലക്ഷ്യത്തിൽ എത്താനും അതിനോടൊപ്പം തന്നെ ആ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ ശ്രേഷ്ഠമായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഏത് പ്രായമുള്ളവർക്കും ഇത് പഠിക്കാം. രാവിലെ നേരത്തെ നമ്മൾ ധ്യാനിക്കുന്നത് പോലെ സന്ധ്യാസമയവും വിശേഷിച്ചിരുന്ന് ധ്യാനിക്കാൻ പറ്റിയ സമയമാണ് സന്ധ്യാസമയം. സന്ധ്യയ്ക്ക് 6 മുതൽ 7 വരെയുള്ള സമയം വളരെ നല്ലതാണ്. ഇത് കൂടാതെ രാജയോഗി ജീവിതശൈലിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക് കൺട്രോൾ പറഞ്ഞ ഒരു സിസ്റ്റം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ എങ്ങനെയാണോ നമ്മൾ റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക് സിഗ്നലുകൾ കാണുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നത്, അതേപോലെ നമ്മുടെ മനസ്സിൽ രാവിലെ മുതൽ വൈകുന്നത് വരെ കർമ്മക്ഷേത്രത്തിൽ ഓടുന്ന നമുക്ക് ചിന്തകളുടെ ട്രാഫിക് മനസ്സിലുണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്തത്, നല്ലതും കെട്ടതും. അപ്പോൾ ഈ ചിന്തകളുടെ ട്രാഫിക് ജാമിൽ നമ്മുടെ മനസ്സ് ജാമാകാതിരിക്കാൻ, ടെൻസ്ഡ് ആകാതിരിക്കാൻ ഓരോ മണിക്കൂറിലും 1 മിനിറ്റ് സമയം അല്ലെങ്കിൽ 3 മിനിറ്റ് സമയം നമുക്ക് എത്ര സ്പെൻഡ് ചെയ്യാൻ കഴിയുമോ അത്രയും, 1 മണിക്കൂറിൽ 1 മിനിറ്റെങ്കിലും നമ്മളതിനു വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ആ 1 മിനിറ്റ് സമയത്തിൻ്റെ അഭ്യാസം, ഞാൻ ആരാണ്, ഞാൻ ആരുടേതാണ്, ആ 1 മിനിറ്റ് സമയത്തെ പോസിറ്റീവ് സങ്കല്പങ്ങൾ കൊണ്ടുവരുന്ന പ്രാക്ടീസ് നമ്മൾ ജോലിക്കിടയിൽ ആരെവിടെയാണെങ്കിലും ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പറയാറുണ്ട്, ഇത് മെഡിറ്റേഷൻ്റെ കാര്യത്തിൽ ഇത് ATM ആണെന്ന് പറയും. എനി ടൈം മെഡിറ്റേഷൻ. എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഈ 1 സെക്കൻഡിൻ്റെ 1 മിനിറ്റിൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. ആർക്കാണെങ്കിലും ചെയ്യാൻ കഴിയും. ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുക, ട്രാവൽ ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരിക, അങ്ങനെയുള്ള സമയങ്ങളെയൊക്കെ നമുക്ക് സദുപയോഗം ചെയ്യാൻ കഴിയും. അതൊന്നും നമുക്ക് പാഴായി പോയില്ല. എവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ, ഏത് സ്ഥലത്താണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് മനസ്സിൻ്റെ ഈ എക്സർസൈസ് നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം ധ്യാനത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് ഈശ്വരൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യുക, അതുകൊണ്ട് ഏത് സ്ഥലത്തിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ വിശേഷിച്ചിരുന്ന മെഡിറ്റേഷൻ രാവിലെയും വൈകുന്നേരവും ചെയ്യുമ്പോൾ അത് നമ്മൾ പൂജാമുറിയോ അല്ലെ ധ്യാനത്തിന് പറ്റിയ കുറച്ച് പവിത്രമായ അന്തരീക്ഷം നമ്മുടെ വീട്ടിലെവിടെയുണ്ടോ അവിടെ ഇരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് രാജയോഗ സേവാ കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ മെഡിറ്റേഷൻ ഹാളും മെഡിറ്റേഷൻ റൂമും എല്ലാം ഉണ്ടാവും. അവിടെ ഇരുന്ന് നമ്മൾ അഭ്യസിക്കുമ്പോൾ ആ അഭ്യാസവും നമ്മുടെ ഉന്നതിക്ക് വളരെയധികം സഹായിക്കും. ഈ രീതിയിൽ ചിട്ടയോടുകൂടിയ വിധിപൂർവമായ രാജയോഗ ധ്യാനത്തിൻ്റെ മാർഗത്തെ മനസ്സിലാക്കി ജീവിതത്തിൽ അതിൻ്റെ ലാഭം എടുക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ. ഓം ശാന്തി. ഇനി ഇന്നത്തെ ധ്യാനാനുഭൂതിയിൽ എല്ലാ സമയത്തും അഭ്യസിക്കാവുന്ന ചില സങ്കല്പങ്ങളെ ശ്രദ്ധിക്കാം. ഞാൻ എന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്.
ചുറ്റുമുള്ള ശബ്ദങ്ങളിൽ നിന്നും, എൻ്റെ ശരീരത്തിൽ നിന്നും ശ്രദ്ധയെ പിൻവലിച്ച് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തിരിയുകയാണ്. സാഗരത്തിൻ്റെ ഉപരിതലത്തിൽ തിരമാലകളുണ്ടെങ്കിലും സാഗരത്തിൻ്റെ അടിത്തട്ട് നിശ്ചലമായിരിക്കുന്നത് പോലെ എൻ്റെ മനസ്സിൻ്റെ ഉപരിതലം ചിന്തകൾ നിറഞ്ഞതാണെങ്കിലും അടിത്തട്ടിൽ അത് ശാന്തമാണ്. ഇപ്പോൾ ശാന്തിയുടെ അനുഭൂതിയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുകയാണ്. ഞാൻ ഈ ശരീരത്തിൽ വസിക്കുന്ന ബോധസത്തയുടെ അനശ്വര ചൈതന്യമാണ്. ഈ തിരിച്ചറിവ് എന്നെ ശാന്തസ്വരൂപനാക്കി മാറ്റുന്നു. ഈ അഗാധമായ ശാന്തിയിൽ ഞാൻ എന്നെ തന്നെ വീണ്ടെടുക്കുകയാണ്. മനസ്സ് ശാന്തമാവുമ്പോൾ എന്നിൽ അന്തർലീനമായിരിക്കുന്ന എല്ലാ ഗുണങ്ങളും ശക്തികളും ഉണരുകയാണ്. ഇപ്പോൾ ബാഹ്യലോകത്തെ ശബ്ദകോലാഹലങ്ങളിൽ നിന്നും ഞാൻ മുക്തനാണ്. ശാന്തി എൻ്റെ സ്വധർമ്മമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ശാന്തിയുടെ ആഴങ്ങളിലേക്ക് ഞാൻ സഞ്ചരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഈ അപാരമായ ശാന്തിയുടെ അനുഭവം ചെയ്യാൻ ഞാൻ പ്രാപ്തനാണെന്ന തിരിച്ചറിവ് എന്നെ സന്തോഷവാനാക്കുന്നു. ശാന്തിയുടെ തരംഗങ്ങൾ ഇപ്പോൾ പ്രകാശസ്വരൂപനായ എന്നിൽ നിന്നും നാലുപാടും പ്രസരിക്കുകയാണ്. ശാന്തിയുടെ ദിവ്യമായ തരംഗങ്ങൾ അതിൻ്റെ പ്രഭാവലയത്തിലുള്ള എല്ലാവരുടെയും മനസ്സിനെ ശാന്തമാക്കി തീർക്കുകയാണ്. ഓം ശാന്തി. ഇനി സത്യജ്ഞാനം നേരിട്ട് ഭഗവാനിൽ നിന്ന്. ശ്രീമതം. ആത്മീയ പുരോഗമനത്തിന്റെ പാതയിൽ പല പല തടസ്സങ്ങളും സംശയങ്ങളും അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ദൃഢനിശ്ചയമുള്ള ഒരാൾക്ക് വിജയം അകലെയായിരിക്കില്ല. നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കേണ്ട നമ്പർ
9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivajyotimedia@gmail.com. ഈ പരിപാടി നിങ്ങൾക്ക് വീണ്ടും കാണുന്നതിനായി www.timevision.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.